ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഒരുപക്ഷെ മറ്റുള്ളവർ കുഴിവേട്ടി മൂടിയ സത്യങ്ങള് മാന്തി പുറത്തെടുക്കാൻ. എങ്കിൽ സമൃദ്ധയുടെ കൂടെ ഉണ്ടാവും ഈ ഡോക്ടർ രാജശ്രീ. എനിക്കിത്തരം സ്ട്രേഞ്ച് കേസുകളാണ് താല്പര്യം. അതന്വേഷിച്ച് ഏതറ്റം വരെയും ഞാൻ പോകും. സമൃദ്ധയ്ക്ക് അറിയോ, സൈക്കോ ഡോക്ടർ എന്നൊരു വിളിപ്പേരുണ്ട് എനിക്ക്. വട്ട് ഡോക്ടർ. ഭ്രാന്തിന് ചികിത്സിക്കുന്ന ആളെന്നല്ല, ഡോക്ടർ പേഷ്യന്റ്. ഈ കേസിൽ എനിക്ക് പ്രത്യേക താല്പര്യം തോന്നാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. സമൃദ്ധ നേരത്തെ നന്നായി കീർത്തനങ്ങൾ ആലപിച്ചിരുന്നു, പാട്ട് പാടിയിരുന്നു അല്ലേ പറഞ്ഞത്? അതെ ഡോക്ടർ. അതിലൊന്നുപോലും ഓർമ്മിച്ചെടുക്കാനോ അതുപോലെ പാടാനോ എനിക്കിപ്പോ പറ്റുന്നുമില്ല. അങ്ങനെ സംഭവിക്കാറില്ല. റെട്രോഗ്രേഡ് അംനീഷ്യയാണ് സമൃദ്ധയ്ക്കെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപകടത്തെ തുടർന്ന് ജീവിതത്തിൽ നിന്നും ചില എപ്പിസോഡുകൾ മറന്നുപോയ സംഭവം. പക്ഷേ ഏത് തരം അംനീഷ്യയിലും നമ്മൾ ആർജിച്ചെടുത്ത ഒരു കഴിവ്, പാട്ട് പാടുന്നത് പോലെയോ ഡാൻസ് ചെയ്യുന്നത് പോലെയുള്ള ആ ഒരു കഴിവ് നമുക്കില്ലാതാകില്ല. ഫോർ എക്സാമ്പിൾ, ഡ്രൈവിംഗ് പഠിച്ചിട്ടുള്ള നിങ്ങൾ അത് മറന്നുപോയെന്നിരിക്കാം, പക്ഷേ ഡ്രൈവ് ചെയ്യും. മുമ്പ് സ്വിമ്മിംഗ് വശമുള്ള ആളാണെങ്കിൽ ഇപ്പോഴും നീന്തും. അതുപോലെ മുമ്പ് നന്നായി പാടിയിരുന്ന സമൃദ്ധ ഇപ്പോഴും പാട്ട് പാടേണ്ടതല്ലേ? എനിക്ക് പക്ഷെ പാടാൻ പറ്റുന്നില്ല ഡോക്ടർ. സമൃദ്ധ മുമ്പ് പാട്ട് പാടിയിരുന്നു എന്ന് ആരാ പറഞ്ഞത്? അത് അമ്മ. അമ്മയെന്ന് വെച്ചാ ഹസ്ബൻഡിന്റെ അമ്മ? ആ അതെ, ശോഭന അമ്മ. സമൃദ്ധ പാടിയിരുന്നു എന്നുള്ളതിന് എന്തെങ്കിലും പ്രൂഫ് ഉണ്ടോ കയ്യില്? അത് റെക്കോർഡിങ്സ് ഉണ്ട്, അത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് കേട്ടാ പിന്നെ ഞാൻ പാടാൻ ശ്രമിച്ചതും. വീഡിയോ ഫയൽസ് അങ്ങനെ എന്തെങ്കിലും? ഇല്ല, അങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല. 7-8 വർഷമല്ലേ ആയുള്ളൂ ഈ ആക്സിഡന്റ് നടന്നിട്ട്. സ്മാർട്ട് ഫോണൊക്കെ അന്ന് നല്ല പ്രചാരത്തിലുണ്ടല്ലോ. നന്നായി പാടിയിരുന്ന സമൃദ്ധയുടെ വീഡിയോ ഒരാള് പോലും റെക്കോർഡ് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ? അതെനിക്കറിയില്ല ഡോക്ടർ. ഓർഫനേജിൽ വളർന്ന് അനാഥ പെൺകുട്ടിയായ സമൃദ്ധയുടെ പാട്ട് കേട്ടാണ് ഗോകുൽ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞല്ലോ. ആ ഗോകുലിന്റെ കയ്യിലും ഇല്ലേ അങ്ങനെ ഒരു വീഡിയോ? അത് ഞാൻ ചോദിച്ചിട്ടില്ല. എങ്ങനെയാണ് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ? ഡോക്ടർ ഉദ്ദേശിച്ചത് ദാമ്പത്യ ബന്ധമാണെങ്കിൽ എന്റെ ഓർമ്മയില് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഒരു കുട്ടിയുണ്ട്. ആക്സിഡന്റിന് മുമ്പ് ഞങ്ങൾ തമ്മിൽ എന്തോ കാര്യത്തിന് പിണക്കത്തിലായിരുന്നു എന്ന് അമ്മ പറഞ്ഞത്. എന്തായിരുന്നു കാരണം? അതമ്മ പറഞ്ഞില്ലേ? അമ്മയ്ക്കും അതറിയില്ല. ഗൂഗിളിനോടും സമൃദ്ധ ചോദിച്ചിട്ടില്ല? അദ്ദേഹം എന്നോടൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുണ്ട്, ഒരു അന്യ സ്ത്രീയോടുള്ള ബഹുമാനം. പക്ഷേ അദ്ദേഹം നല്ലൊരു അച്ഛനാ. മുമ്പ് സമൃദ്ധ പാടിയിരുന്ന കീർത്തനങ്ങൾ ഇപ്പൊ പാടി റെക്കോർഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടോ? അത് എന്നെ കൊണ്ട് സാധിക്കുന്നില്ല ഡോക്ടർ. സമൃദ്ധ ഓർഫനേജിലാണ് വളർന്നതെന്ന് പറഞ്ഞല്ലോ. അവിടെ ഉണ്ടാവില്ലേ സമൃദ്ധയുടെ പാട്ട് കേട്ടവരും സമൃദ്ധയെ പരിചയമുള്ളവരും? സാധ്യതയുണ്ട്. സാധ്യതയല്ല, തീർച്ചയായും ഉണ്ട്. സമൃദ്ധയ്ക്ക് ഒരുപക്ഷെ ഭൂതകാലം മറക്കാം. ഭൂതകാലത്തിന് പക്ഷേ സമൃദ്ധി മറക്കാനാവില്ല. ആ ഓർഫനേജും അതിന്റെ അധികൃതരും അന്തേവാസികളും എല്ലാം സമൃദ്ധിയുടെ ഓർമ്മയിൽ നിന്ന് മാത്രമേ മാഞ്ഞു പോയിട്ടുള്ളൂ, ഈ ഭൂമുഖത്ത് നിന്നല്ല.
ആ ഓർഫനേജിന്റെ പേരെന്താണെന്നറിയാമോ? ഹോളി ഫാമിലി എന്നോ മറ്റോ അമ്മ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഒരു സിസ്റ്റർ എവ്ലിൻ ആയിരുന്നു അവിടുത്തെ മദർ സുപ്പീരിയർ. അവർക്ക് എന്നോട് സ്വന്തം മോളെ പോലുള്ള ഇഷ്ടമായിരുന്നു എന്നും. ആ സിസ്റ്റർ ഒരിക്കലും സമൃദ്ധി അന്വേഷിച്ചു വന്നിട്ടില്ല? ഇല്ല ഡോക്ടർ. എങ്കിൽ ആ സിസ്റ്ററെയും ആ ഓർഫനേജും അന്വേഷിച്ച് നമ്മൾ അങ്ങോട്ട് പോകുന്നു. ആ ഓർഫനേജിന്റെ സ്ഥലം എവിടെയാണെന്ന് അറിയാമോ? ഇല്ല ഡോക്ടർ, ഞാൻ ചോദിച്ചിട്ടില്ല. എങ്കിൽ ചോദിക്കണം. അമ്മയോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കണം. അതറിഞ്ഞാലുടൻ നമ്മളൊരു യാത്ര പോകുന്നു, സമൃദ്ധയുടെ ഭൂതകാലത്തിലേക്ക്. ഒരുപക്ഷെ മറ്റുള്ളവര് കുഴിവേട്ടി മൂടിയ സത്യങ്ങള് മാന്തി പുറത്തെടുക്കാൻ. ഒന്നുറപ്പിച്ചോ, സമൃദ്ധയുടെ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ആ മണ്ണിനടിയിൽ മറഞ്ഞു കിടപ്പുണ്ട്. സാർ, ഇത് അയാളുടെ വലത് കൈപ്പത്തിയുടെ എല്ലിൽ തുളച്ചു കയറിയ ബുള്ളറ്റാണ്. സർ, കൊല്ലപ്പെട്ട് ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ബുള്ളറ്റ് എല്ലിനുള്ളിൽ നിന്ന് പോകാതിരുന്നത് അത്ഭുതം തന്നെയാണ്. ഇതിൽ ഒരു അത്ഭുതവുമില്ല. മരണശേഷം ഡീകമ്പോസിഷൻ എത്രയായാലും എല്ലിനൊരു കുഴപ്പവും സംഭവിക്കില്ല. അതിനുള്ളിൽ കുടുങ്ങിയ ബുള്ളറ്റ് ഇളകി പോവുകയില്ല. സ്കെൽട്ടൻ കട്ട് ചെയ്തിട്ടാണ് ഞങ്ങളിത് പുറത്തെടുത്തത്. ഗുഡ്. ശങ്കർ സർ, തോക്ക് ഉപയോഗിക്കാൻ ലൈസൻസ് ഉള്ളവരുടെ ലിസ്റ്റ് എത്രയും പെട്ടെന്ന് SP ഓഫീസിൽ നിന്ന് എടുക്കണം. അതെടുത്തിട്ടുണ്ട് സർ. ഗുഡ് വർക്ക്. ഇത് വളരെ സർപ്രൈസ് ആണല്ലോ. ഈ ലിസ്റ്റിൽ അവന്തികയുടെ പേരുണ്ടല്ലോ. അതെ സർ, അവരുടെ കയ്യിലും ലൈസൻസ് ഉള്ള തോക്കുണ്ട് സർ. ഇത് ജില്ലയിലെ ലൈസൻസ് ഉള്ള തോക്കുടമയുള്ള ലിസ്റ്റ് മാത്രമല്ലേ? ലൈസൻസ് ഇല്ലാത്ത തോക്കുകൾ വേറെ ഉണ്ടാവല്ലോ. പക്ഷേ നമുക്ക് വേണ്ടത് കിട്ടി. ശങ്കർ, എത്രയും പെട്ടെന്ന് അവന്തികയുടെ പിസ്റ്റൾ സ്റ്റേഷനിൽ സറണ്ടർ ചെയ്യാൻ പറയണം. ഓക്കെ സർ. സറണ്ടർ ചെയ്യുന്നില്ലെങ്കിൽ പിടിച്ചെടുക്കണം. സർ. സ്കെൽറ്റലിനുണ്ടായിരുന്ന ബുള്ളറ്റും അവന്തികയുടെ കയ്യിലുള്ള തോക്കിന്റെ ബുള്ളറ്റും പരിശോധിക്കണം. ഓക്കെ സർ.